പ്രാണവായുവിനെ പോലെ സംഗീതത്തെ സ്നേഹിക്കുന്ന ഒരു ഡോക്ടറുടെ കഥയാണ് ഇനി. 83 വർഷത്തിനിടയിൽ പുറത്തിറങ്ങിയ ഗാനങ്ങളുടെ ഒരു വലിയ അപൂർവ ശേഖരമാണ് കൊല്ലം ആദിച്ചനല്ലൂർ സ്വദേശി ഡോക്ടർ MS സുദേശിന്റെ പക്കലുള്ളത്. ഡോക്ടറുടെ സംഗീത ശേഖരം കാണാൻ നമുക്ക് R അരുൺരാജിന്റെ കൂടെ ഒന്നോടെ പോവാം. എവിടേക്കാ? ആദിച്ചനല്ലൂർ. സംഗീതം പഠിച്ചിട്ടില്ലെങ്കിലും അതിനെ ജീവിതത്തോട് ചേർത്തുപാസിക്കുന്ന ചിലരുണ്ട് നമുക്കിടയിൽ. അങ്ങനെ ഒരാളാണ് ഡോക്ടർ MS സുദേശ്. പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടമാണ്. പാട്ട് കേൾക്കാത്തവരായ മനുഷ്യരും ചുരുക്കമാണ്. ഇന്ന് നമ്മൾ തേടിപ്പോകുന്നത് പാട്ടിനെ ഒരുപാട് സ്നേഹിക്കുന്ന, പാട്ടുകളുടെ വലിയൊരു ശേഖരം തന്നെയുള്ള ഒരു വ്യക്തിയെ കാണാനാണ്. ഡോക്ടർ സുധീഷ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഇത് ഡോക്ടർ സുധീഷ്. 7000-ലധികം വരുന്ന സിനിമകളുടെ പാട്ടുകളുടെ വലിയ ശേഖരമുള്ള മനുഷ്യനാണ്. ആ ശേഖരം എങ്ങനെ ഉണ്ടായി എന്നടക്കമുള്ള കഥകൾ ഇനി ഡോക്ടർ പറയും. പാട്ടുകളെ ഒരുപാട് സ്നേഹിക്കുന്ന ഡോക്ടറാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. 1940-ൽ പുറത്തിറങ്ങിയ ജ്ഞാനാംബിക മുതൽ 2023-ലെ നേര് വരെ നീളുന്നതാണ് ഡോക്ടർ MS സുദേശിന്റെ പക്കലുള്ള ഗാനശേഖരം. ചെറുതിലെ LP സ്കൂൾ UP സ്കൂൾ പഠിക്കുന്ന സമയത്ത് പാട്ടുകൾ കേൾക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ഇത്രയും കമ്പമില്ലായിരുന്നു. നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, അതായത് 82, 83 ആ കാലഘട്ടങ്ങളിൽ പഴയ പാട്ടിനെക്കുറിച്ച് കൂടുതൽ അറിയാനും അതേപോലെ അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യാനുമുള്ള ഒരാഗ്രഹം വന്നു. അങ്ങനെ ഞാൻ 82 മുതലേ ഞാൻ പാട്ടുകൾ കളക്ട് ചെയ്തു. ആദ്യം കാസറ്റിലായിരുന്നു, ആദ്യം ഞാൻ റെക്കോർഡ് ചെയ്യുമായിരുന്നു. പിന്നെയാണ് ഒറിജിനൽ കാസറ്റ് വാങ്ങിയത്. അങ്ങനെ പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പം ഈ കാസറ്റിൻ്റെ ഇതങ്ങ് മാറിയിട്ട് CD യിലേക്ക് വന്നു. അങ്ങനെ ഞാൻ CD കളക്ട് ചെയ്ത് HMVയുടെ ഇറക്കിയ എല്ലാ ഒറിജിനൽ CD എൻ്റെ കയ്യിലുണ്ട്. അത് കുറേ കഴിഞ്ഞിട്ട് പിന്നീട് എനിക്ക് തോന്നി ഈ പാട്ടിലെല്ലാം CD യിലായാലും കാസറ്റിലായാലും കുറേ കാലം ആകുമ്പോൾ നശിച്ചു പോകുമല്ലോ, ഇത് നമുക്ക് പെൻഡ്രൈവിലാക്കി കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയറിലാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പല ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഒരു പാട്ടിന് 100 രൂപ വെച്ച് വാങ്ങിയ പാട്ടുകളുണ്ട്, 25 രൂപയുണ്ട്, അതുപോലെ 10 ഉണ്ട്. അപ്പോൾ അതെല്ലാം വാങ്ങി, അതെല്ലാം ഞാൻ പറയുമ്പോൾ അവർ പിന്നെ പെൻഡ്രൈവിൽ ആക്കി ഒരു വർഷത്തെ പാട്ടുകളാക്കി തരും. അതെനിക്ക് രജിസ്റ്റേർഡായിട്ട് വരും. അങ്ങനെ ഞാൻ കമ്പ്യൂട്ടറിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കീർത്തനങ്ങൾ മുതൽ സിനിമാ ഗാനങ്ങൾ വരെ 6-ലധികം ഭാഷകളിലെ 3000-ലധികം സംഗീതങ്ങൾ ഇന്ന് ഡോക്ടർ ശേഖരത്തിൽ ഭദ്രം. മുടങ്ങാതെ എന്നും പാട്ടു കേൾക്കുന്ന ശീലം. ഡോക്ടർമാർക്കിടയിലെ ഗായകൻ കൂടിയാണ് ഡോക്ടർ MS സുദേശ്. 1940 മുതൽ 2023 വരെയുള്ള ഒരു 99% സിനിമയിലെ പാട്ട് കയ്യിലുണ്ട്. ചില പാട്ട് HMVക്കാരെ ഇറക്കിയിട്ടില്ല. അതേപോലെ പിന്നെ ഞാൻ ഒരു പാട്ട് അന്വേഷിച്ച് കിടക്കുക, പക്ഷേ എൻ്റെ ഒറിജിനൽ കിട്ടില്ല. അതായത് ശാരദേന്ദു മയൂഖമാലകൾ, അത് ആകാശവാണിയുടെ കയ്യിലും മാത്രമുള്ള, അവരതും പുറത്തിറക്കിയിട്ടില്ല അവർ. അതേപോലെ പിന്നെ തോക്കുകൾ കഥ പറയുന്നു, 1969 ഇറങ്ങിയ ഈ പടത്തിൽ നമുക്ക് കിട്ടിയുള്ള പാട്ട് പാരിജാതം തിരുമിഴി തുറന്നു, പൂവും പ്രസാദവും, ഞാൻ പിറന്ന നാട്ടിൽ, പിന്നെ അങ്ങനെയുള്ള പാട്ടുകൾ. അതിനകത്ത് ഈ കണ്ണുകൾ അജ്ഞാത സങ്കല്പം എന്ന് പറയുന്നുണ്ട്, അതിവിടെ HMVക്കാർ ഇറക്കിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ യൂട്യൂബിൽ ഞാൻ ആ പടവും നോക്കിയിട്ട് കിട്ടുന്നില്ല. അങ്ങനെയുള്ള പിന്നെ ചില പാട്ടുകൾ റെക്കോർഡ് കിട്ടാത്തത് കൊണ്ട് സിനിമയിൽ നിന്നും നമ്മളങ്ങനെ എടുത്ത് സെലക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1982-ൽ തുടങ്ങിയതാണ് ഈ ശേഖരണം. ഇന്ന് ഒരു വീട് നിറയെ പാട്ടുകളുടെ വലിയ ശേഖരം തന്നെയുണ്ട് ഡോക്ടർ പക്കൽ. ഗ്രാമഫോൺ റെക്കോർഡ് മുതൽ കാസറ്റും CD-യും പെൻഡ്രൈവിലുമായി ഇന്ന് ഡോക്ടർ ഈ പാട്ടുകൾ സൂക്ഷിക്കുന്നു. നമുക്ക് ഏറ്റവും ഇഷ്ടം സംഗീതമാണ്, അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ പ്രൊഫഷണൽ. പക്ഷേ ഞാൻ ചില രാഗങ്ങളുണ്ട്, ഉദാഹരണം ആനന്ദഭൈരവി, അങ്ങനെയുള്ള കുറേ രാഗങ്ങൾ. അപ്പോൾ ആ രാഗത്തിലെ പാട്ടുകൾ അല്ലെങ്കിൽ കീർത്തനങ്ങളൊക്കെ ചിലവർക്ക് ഹൈപ്പർ ടെൻഷൻ കുറയുന്ന ഒരു ഇതുണ്ട്. അത് ഞാനെക്കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഡോക്ടർ ബാലമുരളീകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഞാൻ കുറേ ഇങ്ങനെ കേട്ട് ഇങ്ങനെ കുറേ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഗാനങ്ങളെക്കുറിച്ചും ആഴത്തിലുള്ള അവബോധവും ഡോക്ടർക്കുണ്ട്.
കഴിഞ്ഞ 42 വർഷമായി ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയാണ് സംഗീതത്തെ ഈ ഡോക്ടർ. ഇന്ന് സംഗീതത്തിന്റെ വലിയൊരു ശേഖരം തന്നെ ഡോക്ടറുടെ പക്കലുണ്ട്. ആർക്കും ഏത് സമയവും ഇവിടേക്കെത്തി സൗജന്യമായി അത് കേൾക്കുകയും കൊണ്ടുപോവുകയും ചെയ്യാം. ക്യാമറാമാൻ ശ്രീകാന്ത് PS-നൊപ്പം അരുൺ രാജ്, 24 കൊല്ലം.